ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന സർവസമ്പന്നനായ കാരുണ്യവാനായ ഞങ്ങളുടെ ഈശോയെ, അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയം വഴി ഞങ്ങളെ ഓരോരുത്തരെയും ലോകം മുഴുവനെ തന്നെയും അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, അങ്ങ് ഈ നിമിഷങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങ് ക്രമീകരിച്ചിരിക്കുന്ന ഈ സമയത്തിൽ അവിടുത്തെ മക്കൾക്ക് ആവശ്യമായതെല്ലാം പരിശുദ്ധാത്മ നിറവിനാൽ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ യൗസേപ്പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണേ. മാലാഖമാരെ കാവലായിരിക്കണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഒക്ടോബർ മാസം ജപമാല മാസമായിട്ടാണ് തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒക്ടോബർ മാസം 7-ാം തീയതി പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളായിട്ടും നമ്മൾ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. ജപമാല മാസത്തിൽ പ്രത്യേകമായും ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് സഭ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കൊക്കെ ഏറെ അറിയാവുന്നതാണ്. ലയോ 13 മാർപ്പാപ്പയാണ് ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചത്. ഒക്ടോബർ 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനമായി ആഘോഷിക്കാൻ സഭ ആഹ്വാനം ചെയ്തതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ദൈവം ഇടപെട്ടതിൻ്റെ നന്ദി സൂചനയാണത്. 1517 വിശുദ്ധ 5-ാം പീയൂസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ലെപ്പാൻഡോ എന്ന സ്ഥലത്തിനടുത്ത് ഒരു കടൽ യുദ്ധത്തിൽ തുർക്കി സൈന്യം ക്രിസ്ത്യാനികൾക്കെതിരെ യുദ്ധത്തിന് വരികയും ക്രിസ്ത്യാനികളായ ഈശോയുടെ മക്കൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ആ സൈന്യത്തെ നേരിടുകയും സഹസ്രക്കണക്കിന് ആത്മാക്കളെ, മനുഷ്യരെ രക്ഷിക്കുകയും ചെയ്തതിൻ്റെ വലിയ ഓർമ്മ ദിനമാണ് ഒക്ടോബർ 7. വിശുദ്ധ 5-ാം പീയൂസ് മാർപ്പാപ്പയും ഭക്തജനങ്ങളും അന്നേ ദിവസം തുർക്കികൾക്ക് നേരെ യുദ്ധം ചെയ്യുന്ന സമയം നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ജപമാലയുടെ ശക്തി കൊണ്ടാണ് തുർക്കികൾക്കെതിരെ വിജയം വരിച്ചതും ആത്മാക്കളെ രക്ഷിക്കാൻ കഴിഞ്ഞതും എന്നുള്ള ആത്മീയ അവബോധത്തിൽ നിന്നാണ് ഒക്ടോബർ 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് പ്രത്യേക തീരുമാനങ്ങളുണ്ടായത്. ഒക്ടോബർ മാസത്തെ ജപമാല മാസമായി പ്രഖ്യാപിച്ച ലയോ 13 മാർപ്പാപ്പ ജപമാലയെക്കുറിച്ച് തന്നെ 10ഓളം ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് നമുക്കറിവ് ലഭിക്കുന്നത്. ജപമാലയുടെ പ്രസക്തി കൂടുകയും കുറയുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ജപമാലയുടെ പ്രസക്തി ഏറ്റവും വർദ്ധിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. എന്താണ് ജപമാല പ്രാർത്ഥന? ആരാണ് ഈ ജപമാല പ്രാർത്ഥന കണ്ടുപിടിച്ചത്? എന്തിനാണ് ജപമാല പ്രാർത്ഥിക്കുന്നത്? ബൈബിളിൽ ജപമാല പ്രാർത്ഥിക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള കുറേയേറെ നെഗറ്റീവ് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന സത്യ അനുഭവ സാക്ഷ്യങ്ങൾ
സഭയിൽ അങ്ങോളം ഇങ്ങോളം ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജപമാല പ്രാർത്ഥന ചൊല്ലാൻ സാധിക്കാത്ത മക്കൾ ഉന്നയിക്കുന്ന ഒരു വാദമാണ് ഇത് ആവർത്തന വിരസത ഉണ്ടാക്കുന്നു എന്ന്. ജീവിതത്തിൽ ആവർത്തിക്കപ്പെടാതെ നമുക്ക് എന്താ ഉള്ളത്? നമ്മുടെ ഹൃദയമിടിപ്പ് തന്നെ അതിനൊരു ഉദാഹരണമല്ലേ? ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയാൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒരു നിമിഷം നിന്നുപോയാൽ നമ്മളുടെ അവസ്ഥ എന്താ? നമ്മൾ മരിച്ചു പോകുമെന്നല്ലേ അതിനെ പറയുക? ആവർത്തിക്കപ്പെടാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവഭക്തന് പ്രാർത്ഥനയുടെ ആവർത്തനം വിരസതയല്ല, വിരസതയേക്കാൾ അത് ദൈവാനുഭവമാണ്. വിരസത ഒരിക്കലും അനുഭവിക്കുവാൻ യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കുകയില്ല. കാരണം ഏതു മതത്തിലും അവരവരുടെ വിശ്വാസ സത്യങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. സത്യദൈവമായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര ജീവിത രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് സുവിശേഷ സംഗ്രഹണത്തിൻ്റെ പൂർണ്ണരൂപമായ ജപമാല പ്രാർത്ഥനയിൽ പ്രാർത്ഥനകൾ ആവർത്തിച്ച് ഉരുവിടുക എന്നതിൻ്റെ അർത്ഥം വചനം പരിപൂർണമായും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വചനശക്തിയെ ആവർത്തിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി എഴുതപ്പെട്ടിട്ടുള്ള സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ജീവിതത്തിൻ്റെ ആകത്തുകയാണെന്ന് മനസ്സിലാക്കുന്ന ഈശോയുടെ മക്കൾ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാകര രഹസ്യങ്ങൾ മുഴുവനും ധ്യാനിച്ച് അമ്മയുടെ സഹായം തേടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന പോർക്കളത്തിലെ പടച്ചട്ടയ്ക്ക് തുല്യമാണെന്നാണ് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധ ജപമാല പ്രാർത്ഥന അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള പ്രാർത്ഥനയാണ്. അണുശക്തി എന്താണെന്ന് നമുക്കറിയാം. ഒരു അണുബോംബ് നമ്മൾ ഇരിക്കുന്ന ഒരു പരിസരത്തിട്ടാൽ എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് നാശനഷ്ടങ്ങൾ വിതയ്ക്കുക? പരിശുദ്ധ അമ്മ അണുശക്തിയോട് ഈ ജപമാലയെ ഉപമിച്ചത് ആത്മീയമായ അർത്ഥത്തിലാണ്. നമുക്ക് ചുറ്റുമുള്ള തിന്മയുടെ കെട്ടുകളെയും നാരകീയ ശക്തികളെയും തിന്മയെ മുഴുവനായും തന്നെ നശിപ്പിക്കാൻ ഒരു അണുബോംബിനേക്കാൾ 10 മടങ്ങ് ശക്തിയുണ്ട് ഈ ജപമാല പ്രാർത്ഥനയ്ക്ക്. പ്രിയപ്പെട്ടവരെ, ജപമാല പ്രാർത്ഥന വിശുദ്ധ കുരിശിനാൽ കേന്ദ്രീകൃതമാണ്. വിശുദ്ധ കുരിശിലായിരിക്കുന്ന ഈശോയ്ക്ക് ചുംബനം കൊടുത്തുകൊണ്ട് നമ്മൾ ജപമാല പ്രാർത്ഥന ആരംഭിക്കുന്നു. വിശ്വാസ പ്രമാണം സഭയോടും വിശുദ്ധ കൂട്ടായ്മയോടും സ്വർഗത്തോടും മുഴുവൻ ചേർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയുടെ ജനനവും മരണവും ഉത്ഥാനവും സഭയോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിന് സ്തുതി ചൊല്ലി ജപമാല പ്രാർത്ഥന നമ്മൾ ആരംഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വാക്കുകളിൽ പറഞ്ഞാൽ പരിശുദ്ധ തൃത്വം സ്വർഗനിവാസികളോടൊപ്പം സന്തോഷിക്കുകയും ഈ പ്രാർത്ഥനയുടെ ആദ്യ നിമിഷം മുതൽ മാലാഖമാരാൽ നമുക്ക് ചുറ്റും വചനത്തിൻ്റെ കോട്ട കെട്ടപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പഠിപ്പിച്ച അതേ പ്രാർത്ഥനയാണ് നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സാംശീകരിച്ച് ജീവിച്ചു കാണിച്ചവളാണ് പരിശുദ്ധ അമ്മ. അമ്മ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് എന്നെ വിളിക്കുക. കാരണം എന്തെന്നോ അമ്മ അങ്ങനെ പറയാൻ? നമ്മൾ ആരും വിശുദ്ധരല്ല. വിശുദ്ധിയുടെ നിറകുടമായ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് തന്ന ജപമാല പ്രാർത്ഥന മനുഷ്യൻ്റെ വിശുദ്ധി കൊണ്ട് മാത്രം അർപ്പിക്കാൻ സാധിക്കുന്നതല്ലെന്ന് അമ്മയ്ക്കറിയാം. അമ്മ പറയുകയാ, മക്കളെ, നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ എന്നെ നിങ്ങളുടെ അരികിലേക്ക് വിളിക്ക്. നിങ്ങളുടെ കൈകളിലുള്ള ജപമാല എൻ്റെ വിരലുകളിലേക്ക് ചേർത്ത് വയ്ക്ക്.
എൻ്റെ വിരലുകളിലൂടെയായിരിക്കും ജപമാലയുടെ ഓരോ മണികളും ചലിക്കുന്നത്. ജപമാലയുടെ മണികൾ ചലിക്കുമ്പോൾ സ്വർഗം ജ്വലിക്കുകയും നരകം വിറകൊള്ളുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സത്യമായും അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അനുഭവിക്കുവാൻ പലപ്പോഴും പാപിയായ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനേക മക്കൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള അഭിസംബോധന കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടാത്ത ആ പ്രാർത്ഥനയെ വെറുക്കുന്ന ഒരാളുണ്ട്, സാത്താൻ. ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം നിരാശയിലും പാപത്തിലും വിഷമത്തിലും കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് രക്ഷ വാഗ്ദാനം ചെയ്ത പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറപ്പെടാൻ പോകുന്നു എന്ന് ഗബ്രിയേൽ മാലാഖ നന്മ നിറഞ്ഞ അമ്മയെ നോക്കി നന്മ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്തതിൻ്റെ അർത്ഥം ഏറ്റവും അധികം മനസ്സിലാക്കിയത് പിശാച്ചാണ്. കാരണം അവൻ്റെ സാമ്രാജ്യം തകരാൻ പോകുന്നു എന്ന് അവന് മനസ്സിലായി. ഈ നന്മ നിറഞ്ഞവളിൽ നിന്ന് നന്മ നിറഞ്ഞവൻ വരാൻ പോകുന്നു രക്ഷകനായി എന്നുള്ള സത്യം മനസ്സിലാക്കിയ സാത്താൻ അന്ന് തുടങ്ങിയതാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുന്ന മക്കളെ പലതരത്തിലുള്ള അസ്വസ്ഥതകളിലേക്കും ആശയക്കുഴപ്പത്തിലേക്കുമൊക്കെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ പറയുന്നു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ജപമാല പ്രാർത്ഥന സാത്താനെതിരെ പടപൊരുതുന്ന ആയുധമാണ്. ജപമാല പ്രാർത്ഥനയിൽ നന്മ നിറഞ്ഞ അമ്മയെ നിങ്ങൾ വിളിച്ച് സ്വസ്തി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറയാനായി അമ്മ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നിങ്ങളിലുള്ള തിന്മ മാറാൻ, നിങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിൽ തിന്മ നിറയാതിരിക്കാൻ, ലോകം മുഴുവനും നന്മ നിറയാൻ പ്രാർത്ഥിക്കുന്ന അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാ, ഈ പ്രാർത്ഥനാ സമയം ഏറ്റവും ഏകാഗ്രതയോടെ മക്കൾ പ്രാർത്ഥിക്കണമെന്ന്. ഗബ്രിയേൽ മാലാഖയുടെ അഭിസംബോധന ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യമക്കൾ ഒരുമിച്ച് ഗബ്രിയേൽ മാലാഖയോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോടും പറയുന്നുണ്ട്, കുഞ്ഞേ, നിന്നോടും കൂടെ കർത്താവുണ്ട്. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു എന്ന് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മനുഷ്യമക്കളുടെ ജീവിതത്തിലെ ശാപങ്ങൾ മാറ്റി അനുഗ്രഹങ്ങളാൽ നിറയാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് മക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിത ഫലവും അനുഗ്രഹീതമാകാൻ ഈശോ ഇടവരുത്തട്ടെ എന്ന്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്ന് വിശുദ്ധ എലിസബത്തിനോട് ചേർന്ന് അമ്മയുടെ മക്കൾ വിളിക്കുമ്പോൾ വിശുദ്ധ എലിസബത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്നാപക യോഹന്നാൻ കുതിച്ചു ചാടിയതുപോലെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാൻ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥിക്കണേ എന്ന് കുഞ്ഞുങ്ങൾ അമ്മയോട് ആവശ്യപ്പെടുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവ് മരിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളി നീക്കപ്പെടുന്ന മക്കളെ ഓർത്ത് കണ്ണുനീരോടെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന മുഴുവനും സുവിശേഷ സംക്ഷിപ്ത രൂപമാണ്. ആവേ മരിയ. ദൈവത്തിൻ്റെ വചനം മനുഷ്യമക്കളിൽ മാംസം ധരിക്കാൻ പരിശുദ്ധ ദൈവമാതാവ് എപ്രകാരം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കാലം തെളിയിച്ച സത്യമാണ്. മരിയ ഭക്തിയുടെ പ്രസക്തി കാലത്തിനും ദേശത്തിനും അതീതമാണ്. മരിയ ഭക്തിയുടെ പ്രസക്തിയുടെ ഒരു ബാഹ്യമായ അടയാളവും ആന്തരികമായ വിശുദ്ധീകരണത്തിനുള്ള വഴിയുമാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥന. ഏതൊരു യഥാസ്ഥികനും പുരോഗമവാദിക്കും ഒരുപോലെ അംഗീകരിക്കേണ്ട മറിയമെന്ന വ്യക്തിയുടെ ആത്മീയ അവസ്ഥയെ, മറിയത്തിൻ്റെ അസ്തിത്വത്തെ, മറിയത്തിൻ്റെ വ്യക്തിത്വത്തെ സ്വർഗം വണങ്ങുന്ന വ്യക്തിത്വമായിട്ട് മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ ജപമാല പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അർത്ഥമുണ്ടാകും. ജപമാല പ്രാർത്ഥന ലോകം മുഴുവനെയും സ്വർഗത്തിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരമല്ലേ നമ്മെ പഠിപ്പിച്ചത്?
പരിശുദ്ധ അമ്മയുടെ തിരുമടിയിലിരുന്ന് യേശുവിൻ്റെ മുഖം ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥന 10 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലിയിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചൊല്ലുമ്പോൾ സ്വർഗം മുഴുവനും പരിശുദ്ധ മറിയത്തോടൊപ്പം സന്തോഷിക്കുകയാണ്. കാരണം ത്രിയേക ദൈവം മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. ഈ വചന പ്രാർത്ഥന ഉരുവിടുന്ന ഇടങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ, സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിർബന്ധമായി നൽകാൻ പരിശുദ്ധ അമ്മ നമ്മോട് പ്രാർത്ഥിക്കുന്ന സമയമാണ് ജപമാല പ്രാർത്ഥനയുടെ സമയം. ഒക്ടോബർ മാസം മുഴുവനും അനേക മക്കള് ധാരാളം ജപമാല ചൊല്ലി സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്കും പാപികളുടെ മാനസാന്തരത്തിനും ലോകസമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മാസം, ഒക്ടോബർ 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുന്ന ഈ ദിവസം ഏറ്റവും ശക്തമായ അടയാളമായിട്ട് ഈശോ ഇടപെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനസ്സിലാക്കി തന്നിട്ടുള്ളൊരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമ പുസ്തകം 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള ഒരു പോരാട്ടത്തെക്കുറിച്ച് നമ്മൾക്കറിയാം. ഗോലിയാത്ത് ആരാണ്? ഫിലിസ്തീർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ മുൻനിരയിൽ നിന്ന മല്ലനായൊരു മനുഷ്യൻ. 6 അടിയേക്കാൾ അധികം ഉയരമുള്ള ഗില്ലാത്തുകാരനായ ഗോലിയാത്ത് ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഒരു മലയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി ഫിലിസ്തീയ സൈന്യവും ഇസ്രായേൽ സൈന്യവും താവളമടിച്ച് 40 ദിവസം എല്ലാ പ്രഭാതത്തിലും വൈകുന്നേരവും ഗോലിയാത്ത് ഇസ്രായേൽക്കാരോട് വെല്ലുവിളിച്ചു, എന്നെ നേരിട്ട് പരാജയപ്പെടുത്തി എൻ്റെ കഴുത്തറുത്തെടുത്താൽ ഞാൻ നിങ്ങൾക്ക് അടിമയാവുകയും എൻ്റെ മരണം നിങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഫിലിസ്തീയർ അടിമകളായിരിക്കും. ഞാൻ നിങ്ങളെ കീഴ്പ്പെടുത്തിയാൽ ഇസ്രായേൽക്കാർ ഫിലിസ്തീയർക്ക് അടിമകളാകും. സാവൂളും കൂട്ടുകാരും ഇവൻ്റെ വെല്ലുവിളി കേട്ട് ഏറെ ഭയത്തോടെ ഇരുന്നു 40 ദിവസവും. അതിനുശേഷം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ദാവീദ് എന്ന ബാലൻ അവിടെ വരികയും ദാവീദ് ആത്മാവിൻ്റെ നിറവിനാൽ മുന്നോട്ട് വന്ന് സാവൂളിൻ്റെ അനുവാദപ്രകാരം തന്നെ ഗോലിയാത്തിനെ നേരിടാൻ വന്നപ്പോൾ അനേകർ എതിർത്തെങ്കിലും ദാവീദ് ധൈര്യപൂർവം മുന്നോട്ട് വന്നു. പിഞ്ചുബാലനായ ദാവീദിനെ കണ്ട് ഗോലിയാത്ത് ചോദിച്ചു, എന്താ നീ എന്നെ ഒരു വടിയുമായിട്ട് അടിക്കാൻ വരുന്നത്? ഞാനൊരു പട്ടിയാണോ എന്നാണ് ഗോലിയാത്ത് ചോദിച്ചത്. ദാവീദ് കൊടുത്ത മറുപടി എന്താ? നീ നിഷേധിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിന്നെപ്പോലെ പടച്ചട്ട ഞാൻ ധരിച്ചിട്ടില്ല. വാളോ കുന്തമോ പരിചയോ ഉളിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ നിന്നെ നേരിടാൻ പോകുന്നത് ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ്, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ. കാരണം ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. ഹല്ലേലൂയ. ദാവീദ് നേരിട്ടു. നമുക്കറിയാം, കവിണിയിൽ ഒരു കല്ല് വെച്ച് ഗോലിയാത്തിൻ്റെ ശിരസിലേക്ക് അത് നേരെ ഉന്നം വെച്ച് തൊടുത്തുവിട്ടപ്പോൾ ഗോലിയാത്തിൻ്റെ നെറ്റിത്തടത്തിൽ അത് തെറിക്കുകയും ഗോലിയാത്ത് അവിടെ വീഴുകയും ഫിലിസ്തീയർ ഭയപ്പെട്ട് ഓടുകയും ഇസ്രായേൽക്കാർ ഫിലിസ്തീയ ദേശത്തെ പിടിച്ചെടുക്കുകയും ദാവീദ് ഗോലിയാത്തിൻ്റെ ശിരസ് അവൻ്റെ തന്നെ വാളൂരി അറുത്തെടുത്ത് മാറ്റുകയും ചെയ്തതൊക്കെ ആവേശത്തോടെ ഉണർവോടെ നമ്മൾ വായിക്കാറുള്ള ഒരു വചനഭാഗമാണല്ലോ. പരിശുദ്ധ അമ്മ പറഞ്ഞു തരിക, മക്കളെ, ദാവീദിൻ്റെ കയ്യിലെ കവണിയിലൊരു കല്ല് ഗോലിയാത്ത് എന്ന ആ ഭീമാകാരമായ രൂപത്തെ മനുഷ്യനെ എത്രയും പെട്ടെന്ന് തന്നെ വീഴ്ത്താനായിട്ട് കാരണമായെങ്കിൽ, മക്കളെ, നിങ്ങളുടെ കയ്യിൽ 53 മണികൾ, 53 മിനുസമുള്ള കണ്ണുകൾ, വചനത്തിൻ്റെ സംക്ഷിപ്ത രൂപമായ ഈ കല്ലുകൾ ഞാൻ നിങ്ങൾക്ക് വെച്ച് തന്നിട്ട്
ഇതിനെയെല്ലാം ക്രമീകരിച്ച് തന്നിട്ട് നിങ്ങളോട് പറയാ, മക്കളെ, നിങ്ങൾക്കെതിരെ വരുന്ന പിശാചിനെ, നിങ്ങൾക്കെതിരെ വരുന്ന ശത്രുവിനെ, നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന നിരാശയെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ തിന്മയിലേക്ക് നയിക്കുന്ന തിന്മയെ എല്ലാം കീഴ്പ്പെടുത്തുവാൻ മക്കളെ ഈ ജപമാലയ്ക്ക് സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാ. പ്രൈസ് ദി ലോർഡ്. ഈ ജപമാല പ്രാർത്ഥനയുടെ അനന്തമായ ശക്തി ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് അനേക മക്കൾ അനുഭവത്തിലേക്ക് വന്നത് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും. നമുക്കെതിരെ വരുന്ന ഗോലിയാത്തുകളെ ജപമാല എന്ന പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ ആവർത്തിക്കുന്നത് വചനമാണ്. വചനം ദൈവമാണ്. വചനം ദൈവമായ വചനത്തെ ആവർത്തിക്കുമ്പോൾ വചനം മനുഷ്യമക്കളിൽ മാംസം ധരിക്കും. നമ്മൾ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ ഒരു കോട്ട കെട്ടപ്പെട്ടിരിക്കും. മക്കളെ, ഒരിക്കലും ജപമാല പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറരുതേ. കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല മാറ്റിവെക്കരുതേ. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യ രഹസ്യങ്ങൾ ധ്യാനിക്കണമേ. 10 മണി ജപത്തിൽ ജപമാല ഒതുക്കി തീർക്കരുതേ. അർത്ഥമില്ലാത്ത, അർത്ഥപൂർണതയില്ലാത്ത ഏതാനും കൊച്ചു പാട്ടുകൾ പാടി നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്ന് പ്രാർത്ഥന ചുരുക്കിക്കളയരുതേ. ഇതിന് ഏറെ വിലയുള്ളതാണ്. ഈ പ്രാർത്ഥനയുടെ ആന്തരികാർത്ഥം മനസ്സിലാക്കി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നത് പോലെ നമ്മെ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ പ്രവണതകളെയും തിരുസഭയെ ആകമാനം പിടിച്ചുകുലുക്കുന്ന രീതിയിലുള്ള ഈ കാലഘട്ടത്തിലെ അനേക സംഭവങ്ങളെയും എതിർക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മ പിശാചിനെതിരെ പടപൊരുതുന്ന യുദ്ധക്കളത്തിൽ നമ്മുടെ മുൻനിരയിലുണ്ട്. അമ്മ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നോടൊപ്പം സാത്താനെതിരെ ജപമാലയേന്തി പടപൊരുതുക. തിരുസഭ അവളുടെ മക്കളാൽ പിളർക്കപ്പെടുന്നു, അവളുടെ മക്കളാൽ മുറിവേൽക്കുന്നു. അനേക മക്കൾ നിരാശയിൽ കഴിയുന്നു. വചനശക്തി അറിയാതെ മക്കൾ വഴിതെറ്റിപ്പോകുന്നു. ജപമാല എന്ന ആയുധം, നരകസർപ്പത്തിൻ്റെ തലയെ തകർക്കാനുള്ള ഈ ആയുധം എന്നോടൊപ്പം എടുത്ത് പടപൊരുതാൻ ആവശ്യപ്പെടുന്ന അമ്മയോട് ചേർന്ന് ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം നമുക്കും ഒരു പ്രതിജ്ഞയെടുക്കാം. എന്നെ ശ്രവിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് വലത് കരത്തിൽ ജപമാല ഉയർത്തിപ്പിടിച്ച് ലോകത്തിൻ്റെ 4 അതിർത്തികളെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ സംരക്ഷണത്തിന് ഭരമേൽപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ കേന്ദ്രീകൃതമായ ജപമാല കൊണ്ട് കോട്ട കെട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യമെങ്കിലും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.